എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും വേണം. ഇനി പൊറാത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കാം. ഒരു കപ്പ് മൈദ ഇട്ടു. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് നന്നായിട്ട് ഡോ പരത്തിയെടുക്കാം. തയ്യാറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, വെള്ളം ചേർത്തു, പിന്നെ കുറച്ച് എണ്ണ. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പക്ഷേ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ അതാ വളരെ സോഫ്റ്റായിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ ചെറിയ രീതിയിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്കിനി ഓരോ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ 3 കളറിലാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ഇതുപോലെ തന്നെ ചെയ്യാം, ബാക്കി 2 നമ്മൾ കളറ് മിക്സ് ചെയ്യും. ഫ്ലാഗ് പൊറോത്ത എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫ്ലാഗിൻ്റെ ഷേപ്പും വേണം, ഫ്ലാഗിൻ്റെ നിറവും വേണം. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കളർ വേണ്ടാത്തവർക്ക് നമുക്ക് ക്യാരറ്റ് അതുപോലെ ഗ്രീൻ ലീവ്സും ചേർക്കാം. അപ്പോൾ നമുക്കിനി ഓരോ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഡോ ഉരുട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഉരുളകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുള നമ്മൾ വെള്ള കളറായിട്ട് തന്നെ വെക്കുകയാണ്. അതിനുശേഷം ബാക്കി 2 കളറ് ചേർക്കുകയാണ്. എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോത്ത പരത്തി എടുക്കാം. അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൈദ മാവാണ്. സാധാരണ പൊറോത്തയ്ക്കല്ല, നമ്മളൊരു ഫ്ലാഗ് പൊറോത്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരത്തിയതിന് ശേഷം നമ്മളൊരു ആ ഫ്ലാഗിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. എക്സസ് കട്ട് ചെയ്തെടുക്കണം, അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ആ രീതി ചെയ്യാം. അടുത്ത് വലതുമായിട്ട് നമ്മൾ ആ കളറ് ചെയ്യുക. അപ്പോൾ വെള്ളം മാറ്റി വെക്കുക, കളേഴ്സ് അങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഇനി നമുക്ക് പരത്തിയെടുത്താൽ മതി. ഇതേപോലെ തന്നെ പരത്തിയെടുത്ത് ചുടണം. അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതിനി നന്നായിട്ട് പരത്തിയെടുക്കുക നമുക്ക്.
ചുട്ടെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. ബ്ലാക്ക് പൊറോട്ട തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്